നമസ്കാരം. ഒരു ആദരിക്കൽ ചടങ്ങിൽ ഞാൻ അടുത്ത കാലത്ത് പങ്കെടുക്കുകയുണ്ടായി. എനിക്കും ഒരു ആദരവുണ്ടായിരുന്നു. മറ്റു പല വ്യക്തികളെ ആദരിക്കുന്ന കൂട്ടത്തിൽ എന്നെയും ആ സംഘടന ആദരിക്കുകയുണ്ടായി. ആദരിക്കുക മാത്രമായിരുന്നു, മറ്റു പരിപാടികൾ വേറെയായിരുന്നു. എനിക്ക് ആദരവ് തന്നു. ഞാൻ വീണ്ടും വേദിയിൽ നിന്നും സദസ്സിലേക്ക് വന്നിരിക്കുകയുണ്ടായി. അപ്പം ഈ ചടങ്ങിലുള്ള പ്രത്യേകത, വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച സാമൂഹിക സേവനം നടത്തിയിട്ടുള്ള വ്യക്തികളെയാണ് ആ സംഘടന അന്ന് അവിടെ ആദരിച്ചത്. അതിൽ കർഷകരുണ്ട്, സമൂഹത്തിൽ സൽപ്രവൃത്തികൾ ചെയ്ത സാധാരണ വ്യക്തികൾ, അതായത് കൂലിപ്പണിക്കാരൻ മുതൽ വർക്ക്ഷോപ്പ് പണി വരെ ചെയ്യുന്ന വ്യക്തികളുണ്ടായിരുന്നു. കാരണം ഈ ജോലിയിലുള്ള കാര്യം അവർ സമൂഹത്തിൽ ചെയ്തിട്ടുള്ള നന്മകളെ കണക്കിലെടുത്താണ് ആ സംഘടനകൾ അവരെയൊക്കെ വിളിച്ച് ആദരിച്ചത്. വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുകൊണ്ട് എന്നെയും അവർ ആദരിക്കാൻ ക്ഷണിച്ചു. അങ്ങനെയാണ് ഞാനും അവിടെ എത്തിയത്. ഞാനിവിടെ പറയുന്നത് ഇതൊന്നുമല്ല. അപ്പോൾ എൻ്റെ ആദരവ് കഴിഞ്ഞെങ്കിലും വേദിയിൽ നിന്നും സദസ്സിലേക്ക് വന്നപ്പോൾ ചില വിദ്യാർത്ഥികൾ, ആ സദസ്സിലൊരു പ്രത്യേകത, ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു, വിദ്യാർത്ഥിനികളുണ്ടായിരുന്നു. ഞാൻ സദസ്സിലേക്ക് വന്നിരുന്നപ്പോൾ 2 കുട്ടികൾ പരസ്പരം സംസാരിക്കുകയാണ്. ഈ ആദരിക്കുന്നത് വലിയ മഹാന്മാരെയൊക്കെ അല്ലേ, ഈ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും അല്ല തന്നെ വർക്ക്ഷോപ്പ് പണി ചെയ്തവരെയൊക്കെ എന്തിനാ ആദരിക്കുന്നത്, എന്തായിരിക്കാം എന്ന് കുട്ടികൾ തമ്മിലൊരു പരസ്പര സംസാരമുണ്ടായി. അതാണ് ഞാനിവിടെ ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാഭാവികമായിട്ട് അവർ കണ്ടിട്ടുള്ളത് പ്രമുഖ വ്യക്തികളെയൊക്കെയാണ് സ്റ്റേജിൽ കയറ്റി ആദരിക്കുന്നത്. കുട്ടികൾ കണ്ടിട്ടുള്ളത് അതാണ്. എന്നാൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളെ ആദരിക്കുന്നത് അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചോ, അയാളുടെ പണത്തിന്റെ യോഗ്യത അനുസരിച്ചോ, പദവിയുടെ യോഗ്യത അനുസരിച്ചോ അല്ല. ഒരു വ്യക്തി ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും, അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും, പാവപ്പെട്ടവനായിരുന്നാലും താഴ്ന്ന യോഗ്യത ഉണ്ടെങ്കിൽ പോലും, ഒരു വ്യക്തി സമൂഹത്തിന് വേണ്ടി എന്ത് പ്രവൃത്തി ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. എത്രത്തോളം സമൂഹത്തിന് വേണ്ടി സത്പ്രവൃത്തി ചെയ്യുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സമൂഹം ആ വ്യക്തിയെ ആദരിക്കുന്നത്. നമ്മൾ പോകുമ്പോൾ ഒരാൾ നമ്മളെ ബഹുമാനിക്കണമെങ്കിൽ നമ്മളെ പേടിച്ചിട്ടൊന്നും ആയിരിക്കില്ല. നാം സമൂഹത്തിൽ എന്തെങ്കിലും സൽപ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മളെ ബഹുമാനിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ആദരിക്കുന്നതും നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനൊരു കഥയും കൂടെ ഞാൻ പറഞ്ഞുതരാം. സോഷ്യൽ മീഡിയയിലോ മറ്റോ വന്നൊരു കഥയാണ്, ഞാൻ വായിച്ചതാണ്. ഒരു 10ാം തരം പഠിക്കുന്ന കുട്ടി തൻ്റെ സ്കൂൾ വാർഷികത്തിന് പാരൻസിന് നിർബന്ധമായിട്ട് കൊണ്ടുപോകണം എന്ന് സ്കൂളിൽ നിന്നും പറഞ്ഞു വിട്ടു. കുട്ടി വീട്ടിൽ വന്ന് പറയുകയാണ്, അമ്മയുടെ ഇങ്ങനെ സ്കൂൾ വാർഷികമാണ് അടുത്ത ആഴ്ച, പാരൻസ് ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുകയാണ്, എന്ത് കാരണവശാലും ഞാൻ അച്ഛനെ കൊണ്ടുപോകില്ല. അപ്പോൾ ആ കുട്ടിയോട് അമ്മ ചോദിച്ചു, എന്താ അച്ഛനെ കൊണ്ടുപോകാത്തത്? നിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അച്ഛനല്ലേ, സർവത്ര കാര്യങ്ങൾ നോക്കുന്ന അച്ഛനല്ലേ, പിന്നെ എന്തുകൊണ്ട് അച്ഛനെ കൊണ്ടുപോകുന്നില്ല നീ പറഞ്ഞത്? അത് അച്ഛൻ വർക്ക്ഷോപ്പ് പണിയാണ്, അച്ഛൻ്റെ വസ്ത്രധാരണ, അതുപോലെ തന്നെ എപ്പോഴും കരി, അതൊക്കെയാണ്, അതെനിക്ക് നാണക്കേടാണ്, അതുകൊണ്ട് ഞാൻ എന്തായിരുന്നാലും അച്ഛനെ കൊണ്ടുപോകില്ല, അച്ഛൻ വരെയാണെങ്കിൽ ഞാൻ പോകത്തില്ല എന്ന് കുട്ടി സാഠ്യം പിടിച്ചു. സങ്കടത്തിലായി അമ്മ. ഇത് അച്ഛനോട് അങ്ങനെ പറയും? കുട്ടിയെ സങ്കടപ്പെടുത്താൻ പാടില്ല. ഒടുവിൽ അമ്മ ഒരു സൊല്യൂഷൻ കണ്ടെത്തി. അമ്മയുടെ സഹോദരൻ മാമനെയും കൂടെ വിളിച്ചുകൊണ്ട് ചെല്ലാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടി ഈ സ്കൂൾ വാർഷികത്തിന് അച്ഛനെ ഒഴിവാക്കി മാമനെയും കൂടെ, അച്ഛൻ അറിഞ്ഞു, എന്നാലും മാമനെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി അമ്മയുടെ സഹോദരനെയും കൊണ്ട് സ്കൂൾ വാർഷികത്തിന് പോവുകയാണ്. അങ്ങനെ വാർഷികം പരിപാടികൾ ആരംഭിച്ചു. ഈ വേദിയിൽ ധാരാളം പാരൻസും കുട്ടികളും ഇരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഈ കുട്ടിയും മാമനും ഇരിക്കുന്നു. സദസ്സിൽ പ്രമുഖ വ്യക്തികളെല്ലാം ഇരിക്കുന്നു. സ്കൂൾ വാർഷികത്തിനെ കുറിച്ചും സ്കൂളിലെ അച്ചടക്കത്തെക്കുറിച്ചും കുട്ടികളുടെ ഭാവി പരിപാടികളെക്കുറിച്ചും ഒക്കെ അധ്യാപകർ തോര അങ്ങനെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ ഹെഡ് മാസ്റ്റർ വന്ന് പറഞ്ഞു, ഇനി ആദരിക്കൽ ചടങ്ങാണ് എന്ന് പറയുക. എന്നിട്ട് HM 2 വാക്കുകൂടെ പറഞ്ഞു, ഇന്ന് ആദരിക്കുന്നത്
നമ്മുടെ നാട്ടിലെ തന്നെ പ്രമുഖനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ സ്കൂളിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ സ്കൂളിലെ 10ഓളം കുട്ടികൾക്ക് അദ്ദേഹത്തിൻ്റെ സഹായത്താലാണ് ഇവിടെ പഠിക്കുന്നത്. സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന, പുസ്തകവും ഭക്ഷണവും വസ്ത്രവും വാങ്ങാൻ കഴിവില്ലാത്ത 10ഓളം കുട്ടികളെ ഏറ്റെടുത്ത് അദ്ദേഹം ഈ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. ആ വ്യക്തിക്കാണ് ഇന്ന് നമ്മുടെ സ്കൂള് ആദരിക്കുന്നത്, ചടങ്ങിൽ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ HM അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിച്ചു. സ്റ്റേജിൽ കയറി വന്ന വ്യക്തിയെ കണ്ട് ഈ നമ്മുടെ കഥാപാത്രമായ കുട്ടി അന്തം വിട്ടുപോയി. സ്വന്തം അച്ഛനാണ് ആ സ്റ്റേജിലേക്ക് വരുന്നത്. വർക്ക്ഷോപ്പ് പണിക്കാരനാണ്, അതുകൊണ്ട് മാന്യതയില്ല, അതുകൊണ്ട് അച്ഛനെയും കൂട്ടിക്കൊണ്ട് വരില്ല എന്ന് പറഞ്ഞ അതേ കുട്ടിയുടെ അച്ഛനെ തന്നെയാണ് ആ സ്കൂൾ ആദരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, വേഷം കൊണ്ടോ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ആദരിക്കുന്നത്? ആ സ്കൂളിലെ 10ഓളം കുട്ടികളെ എടുത്ത് പഠന ചെലവും വസ്ത്രവും മറ്റും എല്ലാം ആ വ്യക്തിയാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. തൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുടുംബത്തെ നല്ലവണ്ണം നോക്കിയതിനു ശേഷം അതിൽ നിന്ന് മിച്ചം പിടിക്കുന്ന കുറച്ച് പൈസ അനാഥരായ കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്കൂടെ അദ്ദേഹം മാറ്റിവെക്കുന്നു. അപ്പം അദ്ദേഹം ചെയ്യുന്ന തൊഴിൽ വർക്ക്ഷോപ്പാണ്, വലിയ വിദ്യാഭ്യാസമില്ല. പക്ഷെ സമൂഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്ന എന്താണ്? വലിയൊരു സൽപ്രവൃത്തിയാണ് സമൂഹത്തിന് വേണ്ടി ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അവിടെ ആദരിക്കുന്നത്. ഈ കുട്ടി അച്ഛനെ സ്റ്റേജിൽ ആദരിച്ചു, വിശിഷ്ട വ്യക്തിയായിട്ട് വന്നു. അദ്ദേഹത്തിനെ പൊന്നാടയിട്ട് ആദരിച്ചപ്പോൾ ആ ഹാള് നിറയെ കയ്യടിയായിരുന്നു. കരഞ്ഞുകൊണ്ട് തൻ്റെ മോളും കയ്യടിച്ചു. അച്ഛൻ്റെ കാൽക്ക വീണു, മാപ്പപേക്ഷിച്ചു. അപ്പം അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ പറയുന്നത്, ഒരു വ്യക്തിയെ സമൂഹം ആദരിക്കുന്നത് അയാളുടെ പണത്തിനെ കൊണ്ടോ വിദ്യാഭ്യാസത്തെ കൊണ്ടോ പദവിയെ കൊണ്ടൊന്നുമല്ല. സമൂഹത്തിൽ ഒരു വ്യക്തി എന്ത് സൽപ്രവൃത്തി ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അയാളെ ആദരിക്കുന്നത്. ഓക്കെ, നന്ദി, നമസ്കാരം.